റിയാദിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ പാർക്കിങ്ങിന് പെർമിറ്റ് നിർബന്ധമാക്കി. കിങ് സൽമാൻ റോഡ്, കിങ് അബ്ദുള്ള റോഡ് ഉൾപ്പെടെ ഭാഗങ്ങളിൽ വീടുകളോട് ചേർന്ന് മറ്റുള്ളവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. നിയമം ലംഘിച്ചാൽ വാഹനങ്ങൾ തൂക്കിയെടുത്ത് നീക്കം ചെയ്യും. പെർമിറ്റ് ലഭിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ വീടുകളോട് ചേർന്ന് പാർക്ക് ചെയ്യാൻ കഴിയൂ. റിയാദിൽ 3 മേഖലകളിൽ കൂടിയാണ് പെർമിറ്റ് സംവിധാനം നടപ്പാക്കുന്നത്. കിങ് സൽമാൻ, കിങ് അബ്ദുള്ള, അൽ മുഹമ്മദിയ എന്നീ ഭാഗങ്ങളിൽ നാളെ മുതൽ നിയന്ത്രിത പാർക്കിംഗ് സംവിധാനം പ്രാബല്യത്തിലാകും. നേരത്തെ അൽ ബുറൂദ്, അൽ റഹ്മാനിയ, അൽ മുറൂജ്, അൽ ഉല, അൽ സുലൈമാനിയ ഭാഗങ്ങളിൽ ഇത് നടപ്പാക്കിയിരുന്നു. സംഗതി സിമ്പിളാണ്. ഈ പ്രദേശത്ത് വീടുകളോടും താമസ സ്ഥലങ്ങളോടും ചേർന്ന് മറ്റുള്ളവർ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ഈ പ്രദേശങ്ങളിലെ താമസക്കാർക്കും അവരെ സന്ദർശിക്കാൻ വരുന്നവർക്കും സൗജന്യ പെർമിറ്റ് നൽകും. പല ആളുകളും ജോലിസ്ഥലത്ത് പാർക്കിംഗ് ഇല്ലാതെ വരുമ്പോൾ താമസ സ്ഥലങ്ങളോട് ചേർന്നൊക്കെ വാഹനം പാർക്ക് ചെയ്യാറുണ്ട്. ഇനി പെർമിറ്റ് ഇല്ലാതെ മുകളിൽ പറഞ്ഞ പ്രദേശത്ത് വാഹനം നിർത്തിയാൽ വാഹനം തൂക്കും. പിഴയും നീക്കം ചെയ്യാനുള്ള സംഖ്യയും അടച്ചാലേ വാഹനം തിരികെ ലഭിക്കൂ. അനധികൃത പാർക്കിംഗ് തടയുക, കെട്ടിടങ്ങളിലെ താമസക്കാർക്ക് പാർക്കിംഗ് ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. നാഷണൽ അഡ്രസ് രജിസ്ട്രേഷനുള്ള താമസക്കാർക്ക് വാഹന നമ്പറും സന്ദർശകരുടെ വാഹന നമ്പറും എല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്തിടാം. വൈകാതെ റിയാദിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് സൗജന്യ പെർമിറ്റ് പാർക്കിംഗും പേ പാർക്കിംഗും എത്തും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.